ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2024 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് സെക്കൻഡ് സ്റ്റേജിൽ നടന്ന പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞിട്ടുള്ളവയെല്ലാം ശരിയാണ്. നാണുആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പിസ്വാമിയാണ്. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പിസ്വാമികളാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. അപ്പോൾ 4 ഫാക്ട് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ചേരുംപടി ചേർക്കുക. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. 1 സിയോടാണ് ചേരുന്നത്. മരുതം തണ്ണീർത്തട കൃഷി. 2 ഡിയോടാണ് ചേരുന്നത്. പാലായി കൊള്ളയടിക്കുന്നു. 3 എയോടാണ് ചേരുന്നത്. മുല്ലായി മൃഗസംരക്ഷണം. 4 ബിയോടാണ് ചേരുന്നത്. നെയ്റ്റൽ ഉപ്പ് നിർമ്മാണം. ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണ് ഇത് വാദിച്ചത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഗാന്ധി. 1604 സാമൂതിരിയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു? ഈ ഒരു ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരിക്കുന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. മുകളിലുള്ളവയെല്ലാം. ജമാഅത്ത് ഇ ഇസ്ലാമി, RSS, ആനന്ദ് മാർഗ്, മാവോയിസ്റ്റ് CP. ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 താഴെ പറയുന്നവരിൽ ആരാണ് തൂക്കിലേറ്റപ്പെട്ടത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. രാജ്ഗുരു. ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. രാമചന്ദ്ര ഗുഹ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓൺലി 2 and 4. ശരിയല്ലാത്തത്. ശരിയായിട്ടുള്ളത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതായിരുന്നു. റെയിൻ ഓഫ് ടെറർ. 1688 ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്നു. ഈ 2 പ്രസ്താവനയും ശരിയാണ്. ശരിയല്ലാത്തത് 2ഉം 4ഉം ആണ്. ആരാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. വിഷ്ണു ഡിയോ സായി. സമീപകാല ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന UN ജനറൽ അസംബ്ലിയിലെ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത താഴെ കൊടുത്തിട്ടുള്ള രാജ്യങ്ങളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ്? ഈ ഒരു ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. പെൻസുലാർ പീഠഭൂമിയും കുന്നുകളും. താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. ഇവയിൽ ഏതാണ് ശരി? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. മുകളിലുള്ളവയെല്ലാം. അവശിഷ്ട പാറകൾ മടക്കി കളയുന്നത് മൂലമാണ് മടക്ക് മലകൾ രൂപപ്പെടുന്നത്. യുറലുകളും അപ്പലാച്ചിയൻസും പഴയ മടക്കുപർവ്വതങ്ങളുടെ ഉദാഹരണങ്ങളാണ്. ആൻഡീസും ഹിമാലയവും ഇളം മടക്ക് മലകളുടെ ഉദാഹരണങ്ങളാണ്. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. ഇവയിൽ ഏതാണ് ശരി?
റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. മുകളിലുള്ളവയെല്ലാം ശരിയായ പ്രസ്താവനയാണ്. വടക്കൻ അർദ്ധഗോളത്തിലെ ശീതകാലാർദ്ദികൾക്കും വസന്തവിഷുവത്തിനും ഇടയിൽ ഭൂമി പെരിഹേലിയൻ ആയിരിക്കുന്ന ദിവസം സംഭവിക്കുന്നു. ജൂലൈ 4-നോ അതിനടുത്തോ ആണ് സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ളത്. വേനൽ മുതൽ ശീതകാലം വരെയുള്ള കാലാനുസൃതമായ മാറ്റം ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിന്റെ പരിക്രമണ തലത്തിലേക്കുള്ള ചായ്വാണ്. പാമ്പാടുംചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഇടുക്കി. സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മകണങ്ങളെക്കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8-ന് പേയ്സ് എന്ന് പേരുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു. പേയ്സ് എന്നാൽ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. പ്ലാക്ടോൺ, എറോസൽ, ക്ലോഡ്, ഓഷ്യൻ ഇക്കോസിസ്റ്റം. GSTയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് തെറ്റ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. 1ഉം 3ഉം തെറ്റായ പ്രസ്താവനയാണ്. രണ്ടാമത്തെ പ്രസ്താവന ശരിയായിട്ടുള്ളതാണ്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. പരോക്ഷ നികുതി സംബന്ധിച്ച കെൽക്കർ ടാക്സ് ഫോഴ്സ് ആദ്യമായി ഇന്ത്യയിൽ രാജ്യവ്യാപക GST എന്ന ആശയം മുന്നോട്ട് വെച്ചു. RBIയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. 1 and 2. 1ഉം 2ഉം പ്രസ്താവന ശരിയാണ്. RBI 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. RBI ഗവർണറാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫിഷ്യോ ചെയർപേഴ്സൺ. ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. വരുമാനത്തിന്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെന്റ് ട്രാൻസ്ഫർ പേയ്മെന്റിനും ഉണ്ടാകുന്ന മാറ്റം. സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏത് അല്ലെങ്കിൽ ഏതൊക്കെ ശരി? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓൾ 1, 2 and 3. Gross national income is equal to GDP plus primary income receivable from the rest of the world minus primary income payable to the rest of the world. Gross national disposable income is equal to gross national income plus current transfers receivable minus current transfers payable. Gross national disposable income can be divided into gross savings and final consumption. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. 5.8%. Which among the following provision of the Indian Constitution was given effect from November 26, 1949? Right answer is option C. Citizenship. താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലിക അവകാശം? Right answer is option A. Article 14. ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തര പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. 1971. താഴെ പറയുന്ന ഇനങ്ങളിൽ ഏതാണ് 7ാം ഷെഡ്യൂളിന്റെ കൺകറന്റ് ലിസ്റ്റിലുള്ളത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും. ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി ആരാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുകാർണോ. ഈ ക്രാന്തി എന്ന പദം ഡാഷ് എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി.
താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരം താഴെ പറയുന്നവരിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ അധ്യക്ഷൻ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃകാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി. സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവന നമുക്കൊന്ന് വായിച്ചു നോക്കാം. പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഉപദേശക സ്ഥാപനങ്ങളാണ്. പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ നീക്കം ചെയ്യാൻ കഴിയൂ. കമ്മീഷൻ അംഗത്തിന്റെ സേവന കാലാവധി നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ആ 3 സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടുള്ളതാണ്. എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 2011. ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, മണിപ്പൂർ. ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ലാൽ ബഹദൂർ ശാസ്ത്രി. NV കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യനാമം എന്താണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ശോണിതപുരം. 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, MD വാസുദേവൻ നായർ. ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, പൂന്താനം നമ്പൂതിരി. പരമ്പരാഗത നാടോടി നൃത്തമായ ഘൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, രാജസ്ഥാൻ. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 1955 മെയ് 11. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, മിലാനും കോർട്ടിനാ ഡി ആംബേസോയും. ഏത് സാഹിത്യകൃതിയിൽ താഴെ പറയുന്ന വരികൾ അടങ്ങിയിരിക്കുന്നു? മനസ്സ് ഭയമില്ലാത്തതും തല ഉയർത്തിപ്പിടിക്കാത്തതുമായിടത്ത്, അറിവ് സ്വതന്ത്രമായിടത്ത്, ഇടുങ്ങിയ ഗാർഹിക മതിലുകളാൽ ലോകം ശിഥിലമായിട്ടില്ലാത്തിടത്ത്, സത്യത്തിന്റെ ആഴത്തിൽ നിന്ന് വാക്കുകൾ പുറപ്പെടുന്നിടത്ത്, ആശ്രാന്ത പരിശ്രമം പൂർണ്ണതയിലേക്ക് കരങ്ങൾ നീട്ടുന്നിടത്ത്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഗീതാഞ്ജലി. താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സ്കാനർ. ഡാഷ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, വേർഡ് പ്രോസസർ. ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയെ ഡാഷ് എന്ന് വിളിക്കുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, വാൻ. ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ബ്രൗസർ. IT ആക്ട് നിലവിൽ വന്ന വർഷം?
റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി 2000. സൂര്യന്റെ ഉപരിതലത്തിൽ നിന്ന് ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 8.3 മിനിറ്റ്. ലാർജ് ഹാഡ്രോൺ കൊളൈഡറിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി കണികാ ഭൗതിക ഗവേഷണം. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ ഉൽപാദനം ഡാഷ് വഴിയാണ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി അണുസംയോജനം. ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്ന് ഊർജം ലഭിക്കുന്ന പ്രക്രിയ എന്താണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി കോശശ്വസനം. COP29 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ദുബായ്. One must do dash work. Right answer is option C once. Identify the correct spelling. Right answer is option C acquaintance. Choose the proper sequence and mark the answer. ഈ ഒരു ക്വസ്റ്റ്യൻ ബേസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. Choose the most appropriate word for the following. Rising air temperatures dash the physical nature of our oceans. Right answer is option C affect. Identify the synonym for venerate. Right answer is option A respect. Identify the antonym for emaciation. Right answer is option A invigoration. Identify the pair of related words blood confused. Right answer is option D muddled unclear. A large dark grey cloud that brings rain or snow is called. Right answer is option B nimbus. The idiom to have an axe to grind means. Right answer is option D to have a selfish interest to serve. I dash to the market with my friends now. Right answer is option B I'm going. This brand of furniture is dash any other brand of furniture in the market. Right answer is option C costlier than. ഈ ഒരു ക്വസ്റ്റ്യൻ ബേസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. Identify the most suitable pair of words to complete the sentence. Despite being the dash partner in the relationship, the franchisor does not always have all the dash. Right answer is option D dominant advantages. We are happy that our chief minister with the members of his cabinet dash to be present at the function. Right answer is option A is. No sooner had she entered the room dash and everybody began to make sound. Right answer is option D then the lights went out. We met her immediately after the section in which she dashed a nice speech. Right answer is option B had given. The guests admired my paintings but they dashed my writings. Right answer is option C seemed to have disliked. Find out the correct sentence. ഈ ഒരു ക്വസ്റ്റ്യൻ ബേസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. Ornithology means
Right answer is option A, study of birds. Select the alternative word for distasteful from the following. Right answer is option B, unpleasant. ശരിയായ പദം തിരഞ്ഞെടുക്കുക. Right answer is option B, അരോഗശരീരം. പോട്ടെ അധികം അവൻ ചേർത്തെഴുതിയാൽ. Right answer is option C, ഒന്നും രണ്ടും ശരിയാണ്. പിരിച്ചെഴുതുക. കാട്ടിനെ. Right answer is option A, കാട്ടി അധികം ഏൻ. തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുക്കുക. Right answer is option B, ഭാരതീയർ എല്ലാവരും സ്നേഹാദരഭാവത്തോടുകൂടി വർത്തിക്കണം. No action seems to be called for on our part എന്നതിനെ യോജിച്ച മലയാള വിവർത്തനം എടുത്തെഴുതുക. Right answer is option D, നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. തേൻ എന്നർത്ഥം വരുന്ന പദം എടുത്തെഴുതുക. Right answer is option D, മധുരി. കൊത്തിക്കൊണ്ടു പറക്കാനും വയ്യ, ഇട്ടേച്ചു പോകാനും വയ്യ എന്നതിനു സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ലേത്? Right answer is option B, മതിരിച്ചിട്ട് തുപ്പാനും മേല, കഴിച്ചിട്ടിറക്കാനും മേല. എതിർലിംഗം എഴുതുക. ചെട്ടിച്ചി. ഈ ഒരു ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. മഞ്ഞപ്പട്ടൊടുത്തവൻ എന്നർത്ഥം വരുന്ന പദം എഴുതുക. Right answer is option B, പീതാംബരൻ. ധൃതി എന്ന പദത്തിന്റെ അർത്ഥം. Right answer is option D, എല്ലാം ശരി. ഉറപ്പ്, സ്ഥൈര്യം, തിടുക്കം, വേഗം. നമ്മൾ 80 ക്വസ്റ്റ്യൻസ് ഈ ഒരു ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട്. മാത്സ് മാത്രം ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.